ഹൗ ഓൾഡ് ആർ യു? 36. സെക്യൂരിറ്റി ഒന്നും തരാനില്ലാത്തതുകൊണ്ട് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. BP ഉണ്ടല്ലേ? സാറിനെങ്ങനെ അറിയാം? പത്രത്തിലുണ്ടായിരുന്നല്ലോ. പോളിസി ഉണ്ടെങ്കിൽ ലോൺ കിട്ടാൻ പ്രയാസമുണ്ടാവില്ല. ഐ വിൽ ഡു ദ നീഡ്ഫുൾ. പിന്നെ 5 ലക്ഷം രൂപയ്ക്കൊക്കെ സാധാരണ 40 കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് കമ്പനിക്കാർ മെഡിക്കൽ ചെയ്യാറുള്ളൂ. പക്ഷെ ചില കേസുകളിൽ അവർ ഇൻസിസ്റ്റ് ചെയ്യും. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഫിറ്റ്. ഷുഗർ ഓക്കെ, ലിവർ ഫങ്ഷൻ ഓക്കെ, കൊളസ്ട്രോൾ ബോർഡർ. അവിടുത്തെ മെഷീനിൽ ഞാൻ നോക്കി 2.5 കിലോയാ ഓവർ വെയിറ്റ്. പക്ഷെ മെഷീൻ കുറച്ച് പഴയതായിരുന്നു എന്നാ സംശയം. ഓടാൻ പറ്റുമോ? ഏ ഓടാൻ പറ്റുമോന്ന്? ഇനി അതല്ലേ ചെയ്യാൻ പറ്റൂ. അയ്യരുടെ അഗ്രിമെന്റും ക്യാൻസൽ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുക. ഇതാണ് അവസ്ഥയെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ പോകുന്നില്ലല്ലോ. ആ ഓട്ടോ അല്ല, അത് ചെയ്യാൻ ആർക്കും പറ്റും. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ലല്ലോ. വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14ാമത്തെ ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. വെളുപ്പിന് എണീറ്റ് ഓടുക എന്നൊക്കെ പറഞ്ഞാല്, അതും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുമ്പോ വല്ല പ്രാന്തം പിടിച്ചതാന്ന് വിചാരിക്കും ആൾക്കാര്. അത് മാത്രമല്ല ജയ, ഈ കല്യാണം കഴിഞ്ഞ് മുമ്പോട്ട് ഓർഡറുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പെട്ടുപോകും ഞാൻ. ചേച്ചിക്ക് അറിയാലോ, ഇവര് ലോൺ എടുത്തിട്ടാ ഇവർ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പിന് പോയത്. സ്ഥലം കാണാൻ വേണ്ടിട്ട് തന്നെയാ. അന്നീ പറയുന്ന ആളുകളൊക്കെ ഇവരെ കളിയാക്കി. വീടും പറമ്പൊക്കെ ബാങ്ക് ജപ്തി എന്ന് പറഞ്ഞ് കട 3 മണിക്കൂർ അധികം തുറന്നു വെച്ച് 2.5 വർഷം കൊണ്ട് അവരത് വീട്ടി. ഇതുവരെ 5 രാജ്യങ്ങളാണ് അവർ കണ്ടു തീർത്തത്. തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്ന് വരെ. സൂസൻ, തന്റെ ഒറ്റയാളുടെ നിർബന്ധത്തില അവരുടെ പ്രസന്റേഷൻ ഞാൻ പ്രോഗ്രാം ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കമ്മിറ്റിക്കാർക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടേ അവര് പറയൂ. നിരുപമെ തനിക്ക് അറിയാഞ്ഞിട്ടാ. അവളുടെ സ്പീച്ച് കേൾക്കാൻ ഞങ്ങൾ ഫ്രണ്ട്സ് കാത്തിരുന്നിട്ടുണ്ട്. അത് കോളേജില് 10-15 വർഷം മുൻപ്. ഇത് ക്രൗഡ് വേറെയാ. കേരളത്തിലെ ടോപ്പ് ആർക്കിടെക്ട്സ്, പോരാഞ്ഞതിന് മന്ത്രിയും കളക്ടറും. മാഡം, എക്സ്ക്യൂസ് മീ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Next, I call upon Nirupama Rajiv to take the stage. After 14 years. Head up, Nirupama Krishnan. താങ്ക്സ്. പക്ഷേ കൈ കഴുകാൻ മറക്കരുത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എൻഡോസൾഫാൻ, എക്കാലെക്സ്, ക്ലോറോഡെയിൽ, ഫംഗിസൈഡ്. കെമിക്കൽ കോക്ടെയിലാണ് ഓരോരുത്തരുടെയും കയ്യിൽ പറ്റിയിരിക്കുന്നത്. ലിവർ കിഡ്നി ഡിസ്ഫങ്ഷൻ, ആസ്മ, ഡിപ്രഷൻ, പിന്നെ ക്യാൻസർ. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. വൈറ്റമിൻ എ കണ്ണിന്, സി രോഗപ്രതിരോധ ശക്തിക്ക്, ബി കോംപ്ലെക്സ് നാഡീവ്യൂഹത്തിന്. പക്ഷെ അത് പഴയ കഥ. നമ്മുടെയൊക്കെ പൂർവികർ പറമ്പിലിറങ്ങി പണിയെടുത്തിരുന്ന കാലത്തോളം പഴക്കമുള്ള മുത്തശ്ശി കഥ. ആഴ്ചയിൽ 7 ദിവസവും എല്ലാ വൈറ്റമിനും നൽകിയിട്ടും മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടിയുമായി ശിശുരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റിനായി നമ്മൾ കാത്തു നിൽക്കുന്നു. പനിക്കും ജലദോഷത്തിനും വിളർച്ചയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ അദ്ദേഹം മരുന്ന് കുറിച്ച് തരുമ്പോൾ തൽക്കാലം അത് കുറയുന്നത് കണ്ട് നമ്മൾ ആശ്വസിക്കുന്നു. വീണ്ടും അടുത്ത മാസം അതേ ഡോക്ടറുടെ അടുത്ത് എത്തും വരെ
നമ്മുടെ ചെറുപ്പത്തിൽ എത്ര തവണ പോയിട്ടുണ്ട് നമ്മളൊരു പീഡിയാട്രീഷ്യന്റെ അടുത്ത്? എത്ര തവണ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ? 2, അങ്ങേ അറ്റം 3. ഇന്ന് അതല്ല കണക്ക്. വൈറ്റമിൻ എന്ന് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതിന്റെ അളവ് കാണാൻ കഴിയാത്തത്ര കുറവ്. അതിനേക്കാളേറെ ആ ഭക്ഷണത്തിലുള്ളത് വിഷമാണ്. ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന ഫ്യൂരിഡാനും കാസർഗോഡ് മാത്രമാണുള്ളതെന്ന് നമ്മൾ കരുതുന്ന എൻഡോസൾഫാനും നീണ്ട ലിസ്റ്റിലെ 2 പേരുകൾ മാത്രം. വളർച്ച മുരടിക്കും, ഓർമ്മക്കുറവുണ്ടാകും, ഏകാഗ്രത നശിക്കും. മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല. പൊള്ളാച്ചിയിലെ മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവെക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ. കണക്കുകൾ അവിടെയും തീരുന്നില്ല. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. ഇവിടെ ഇന്ന് ഈ കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കീമിയയ്ക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക്. ഇല്ല സർ, ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതിന് ആഹാരം നന്നാവണം. ആഹാരം നന്നാവണമെങ്കിൽ വേറെ ഒരു കുറുക്കുവഴിയുമില്ല. വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം. Congrats. വാ, കയറിയിട്ട് പോവാം. അയ്യോ, ഇന്ന് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ 7 മണിക്കൊരു അപ്പോയിന്റ്മെന്റ്. ബൈ. ബൈ. പ്രോഗ്രാം നന്നായി. മിനിസ്റ്റർ ഒരു പ്രപ്പോസൽ വെച്ചു, ഞാനത് ഏൽക്കുകയും ചെയ്തു. എന്താ? മുളകത്തൊട്ടിയില്ലേ? ആളാകെ മാറിപ്പോയല്ലോ, വല്ലാതെ. 5-6 ദിവസമായിട്ട് സ്കൈപ്പിലും കണ്ടില്ല. ബിസി അല്ലേ? ലച്ചു എവിടെ? അവള് വന്നിട്ടില്ല. പരീക്ഷയാ. എൻ്റെ ഒരു കൊളീഗിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ജിമ്മി? അയാളുടെ മോള് അവളുടെ സ്കൂളിലാ. ആ വീട്ടിലാക്കി. വെൽക്കം ടു അയർലൻഡ്. എല്ലാം പാക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ. 2-ാം തീയതിയാ. തൽക്കാലം 1 വർഷത്തെ ലോങ് ലീവിന് എഴുതി കൊടുക്കാം. ബാക്കി പിന്നെ ആലോചിക്കാം. രാജീവ്, 6-ാം തീയതിയാ ആ മാരേജ് ഫംഗ്ഷൻ. അറിയാം, പക്ഷേ ആരെയൊക്കെയോ സഹായിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? അവരെ ഏൽപ്പിച്ചാ പോരെ? അത് കഴിഞ്ഞാലും എനിക്കിവിടെ ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ലോണിന്റെ കാര്യമാണെങ്കിൽ അത് ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇപ്പൊ എനിക്കത് അഫോർഡ് ചെയ്യാം. അവിടെ ക്ലൈമറ്റും ഫുഡും ഒരു പ്രശ്നം തന്നെയാണ്. ലച്ചുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ പലതും എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതവളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാൻ ജോലിക്കാരെ വെക്കാന്ന് വെച്ചാൽ 50,000-60,000 ഒക്കെയാണ് അവിടെ അവർക്ക് ശമ്പളം. പോകുന്നതിന് മുമ്പ് അമ്മയെ വീട്ടുജോലിക്കാരിയെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അല്ലേ? അതും അഫോർഡ് ചെയ്യാമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സർപ്രൈസ് വിസിറ്റ് ഉണ്ടാകുമായിരുന്നോ? വലിയ വലിയ കാര്യങ്ങൾക്കിടയിൽ അതൊക്കെ മോശമാണെന്ന് തോന്നി തുടങ്ങിയോ മാഡത്തിന്? ഇല്ല, പക്ഷേ 3 നേരം അത് മാത്രം ചെയ്താൽ ഭർത്താവിന് ബോറടിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കണമല്ലോ ഏതു ഭാര്യയും. അതാണ് ഇൻസ്പിറേഷൻ. എന്തോ ചെയ്തു തുടങ്ങിയെന്നൊരു തോന്നൽ ആദ്യമായിട്ടുണ്ടാവുകയാണ് ലൈഫിൽ.
എനിക്ക് മാത്രമല്ല, എൻ്റെ വാക്ക് വിശ്വസിച്ച് നിൽക്കുന്ന രാജീവ് സഹായികളെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കും. അതിനിടയിൽ എവിടെ പെടും ഭർത്താവും മകളും? അതും അറിയണമല്ലോ. തരുന്ന വില 1% കുറയാതെ തിരികെ കിട്ടുന്നത് എവിടെയോ അവിടെ. ഹാപ്പിലി മാരീഡ് എന്ന വാക്ക് ഭർത്താവിന്റെ മാത്രം അവകാശമല്ല. ഒരാൾ മാത്രം ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ഇടം എന്നതല്ല അതിന്റെ ഡെഫിനിഷൻ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എനിക്കും പറയാനുണ്ടാവും രാജീവ്. അതെന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ച്. ലച്ചു, അമ്മയ്ക്ക് നമ്മുടെ കൂടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണോ? അതുകൊണ്ട് അമ്മ വരുന്നില്ല. ഇവിടുത്തെ കമ്മിറ്റ്മെന്റ്സ് അവളെക്കാളും വലുതാണെന്ന് പറഞ്ഞേക്ക്. ലച്ചു മോളെ, ലച്ചു, എന്റെ ആ ഫംഗ്ഷനെ പറ്റി നിനക്കറിയാമല്ലോ. നീ കരയാതെ. ഞാൻ വരാം. ഞാൻ വരാം. ഇങ്ങേരെന്താ ഇവിടെ? അതും ഇങ്ങനെ സംഘം ചേർന്ന് വരണമെങ്കിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഒന്നര ഏക്കർ ഫാം. എന്താ നമ്പൂരി? താങ്ക് യു. ഇനിയും 6 ദിവസം ബാക്കിയുണ്ടെങ്കിലും ഇപ്പോഴേ എനിക്ക് ധൈര്യമായിട്ട് പറയാം. താങ്ക് യു. കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, എന്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. ഇവരുണ്ടാവും. ഞാൻ മറ്റന്നാൾ അയർലൻഡിലേക്ക് പോവുകയാണ് ഹസ്ബൻഡിന്റെ കൂടെ. പക്ഷെ സാറ് വരീടാവണ്ട. 5-ാം തീയതി രാവിലെ 10 മണിക്ക് മുമ്പ് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കും. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടേ ഞാൻ പോവും. മിനിസ്റ്റർ ഇന്നലെ സൂചിപ്പിച്ച കാര്യം ഈസ് വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഞാൻ സംസാരിച്ചിരുന്നു. ആദ്യം ഒരു ക്ലീനിങ് അപ്പ്. എല്ലാ ജില്ലകളിലെയും വെജിറ്റബിൾ മാർക്കറ്റ്സിലും ഗോഡൌണുകളിലും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ മുതൽ. മിനിസ്റ്ററുടെ ഡയറക്റ്റ് ഓർഡറാണ്. പക്ഷേ അത് മാത്രം പോരല്ലോ, അല്ലേ? മാരേജ് ഭംഗിയാവും, അതെന്റെ പേഴ്സണൽ ലക്ക്. പക്ഷേ എല്ലാ മലയാളിക്കും കിട്ടാമായിരുന്ന അതിനേക്കാൾ വലിയ ഭാഗ്യം മുമ്പിൽ നിൽക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഇല്ലാതായി പോകുമോന്ന ഇപ്പോഴത്തെ പേടി. എനിവേ, ഓൾ ദി ബെസ്റ്റ്. അവസാനത്തെ ചായ അല്ലേ? പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തനിക്കൊരു ഗിഫ്റ്റ് പോലും വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ചിലർക്ക് കാശിന് ടൈറ്റായിരുന്നു.
അത് ഈ പിള്ളേരുടെ സ്കൂളൊക്കെ തുറക്കുന്നോണ്ട്. പക്ഷേ ഈ ചായയുടെ പൈസ ഞാൻ കൊടുക്കും. മറുത്തൊന്നും പറയരുതേ, അതെങ്കിൽ എനിക്ക് ചെയ്തേ പറ്റൂ. പക്ഷെ ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാവാത്ത വല്ല പുസ്തകവും ഇരിക്കും. ലച്ചു പ്രസിഡന്റിനോട് ചോദിച്ച ആ ചോദ്യം. ആ സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികളെ എനിക്കറിയാം. അവര് പറഞ്ഞതാണ്. നിമ്മി, നിമ്മി, എന്റെ സ്വെറ്ററൊക്കെ മറ്റേ പെട്ടിയിൽ വെച്ചോ? അവിടെ ചെന്നാലും നിനക്ക് അങ്ങനെ ബോറടിച്ചിരിക്കേണ്ടി വരില്ല. സ്ത്രീകൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ലച്ചുവിന്റെ ആ ചോദ്യം എന്തായിരുന്നു എന്ന് രാജീവിനറിയോ? അതവൾ അന്ന് എന്നോട് പറഞ്ഞിരുന്നു. നമ്മൾ തമ്മിലുള്ള ഒരു വഴക്കിനിടയിൽ നീ പറഞ്ഞൊരു കമന്റിൽ നിന്നാണ് അവൾക്ക് ചോദ്യം കിട്ടിയത്. തർക്കിക്കുമ്പോൾ നീ പറയാറുള്ള യൂഷ്വൽ കോമഡി തന്നെ. നിങ്ങൾ പെണ്ണുങ്ങളുടെ ആഗ്രഹത്തിന് വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നാട്ടിലും വീട്ടിലും ഒക്കെ ആണുങ്ങൾ മാത്രം മന്ത്രിമാരാകുന്നതെന്ന്. ഓർക്കുന്നുണ്ടോ? പക്ഷെ അതിൽ നിന്ന് അവൾ ഉണ്ടാക്കിയെടുത്ത ക്വസ്റ്റ്യന് ഹാറ്റ്സ് ഓഫ്. അത് കൃത്യമായിട്ട് എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. ഇന്ത്യയിലെ 14 പ്രധാനമന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. 15 പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് സ്ത്രീ. മികച്ച സ്ത്രീകൾ ഇല്ലാതിരുന്നിട്ടോ? അതോ ആരോ അവളുടെ സ്വപ്നത്തിന് പരിധിയും കാലാവധിയും നിശ്ചയിക്കുന്നതുകൊണ്ടോ? Who decides the expiry date of a woman's dream? ഇന്നിപ്പോ ഇത് ഞാൻ വരുന്നില്ല രാജീവ്. ഞാൻ അയർലൻഡിലേക്കില്ല. ലച്ചുവിനോട് ഞാൻ സംസാരിക്കാം. അവൾക്ക് എന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തീരുമാനവും അവൾക്ക് വേണ്ടി തന്നെയാണ്. എന്നെ കണ്ട് അവൾക്ക് തോന്നിയ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ. ഡയൽ ചെയ്ത് തരൂ. അതിനുള്ള സാവകാശം അവൾ എനിക്ക് തരും. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല സർ, രാജ്യം മുഴുവൻ പരീക്ഷിക്കാവുന്ന ഈ പുതിയ ആശയങ്ങൾക്ക് പ്രചോദനമായത് നിരുപമ രാജീവ് എന്ന UD ക്ലർക്കാണ്. കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മഹത്തായ ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിരുപമ രാജീവിനെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. അവരെനിക്ക് മുന്നിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടാണ് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതികൾക്ക് കാരണമായത്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഒരുപക്ഷെ കഴിഞ്ഞ 38 വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബർത്ത്ഡേ. 2 വർഷം മുമ്പ് ഇതേ പേജിൽ അമ്മയെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ പ്ലീസ്. വാട്ട്സ് ദാറ്റ്? സോറി, മൈ റൂം കീ. ഓക്കെ പ്ലീസ്. രാജീവ്, ലക്ഷ്മി. വെൽക്കം. So, these are your winter vacations? Yes, sir. We'll be going back in 10 days. Do you miss your mother? She doesn't let me miss her. 2 years ago, I wanted to meet an ordinary woman who asked me an extraordinary question. I was disappointed. Today I'm meeting the same woman to discuss how to take her vision forward nationally.
You fainted. But you woke up and turned your lowest point into a starting point. Young man, you should be very proud of your wife. Tell me, in the last 2 years, which moment of your life has been the happiest? Now, this moment. I'm told you've resigned your job at the Revenue Office. Yes, sir. Nirupama Rajiv calling from Rashtrapati Bhavan. ലോങ് ജേർണി മൈ ഡിയർ ഫ്രണ്ട്. നോ, കൊച്ചിയിൽ നിന്ന് വെറും 3 മണിക്കൂർ. അതെനിക്ക് മനസ്സിലാക്കി തരാൻ അന്വേഷിച്ചു വന്നതിന് താങ്ക്സ്. ഓ, അങ്ങനൊരു ഫോർമാലിറ്റി ഉണ്ടോ നമുക്കിടയിൽ? ഞാൻ അയർലൻഡിന് പോവുക സൂസൻ. ഒരു 20 ഡേ ട്രിപ്പ്. ലച്ചുവിനെ എനിക്ക് യൂറോപ്പ് മുഴുവൻ കാണിക്കണം. ഗ്രേറ്റ്. ബോർഡിംഗ് കോൾ. 2 ദിവസത്തെ കോൺഫറൻസ് ആണ്. എല്ലാ സൗത്ത് ഏഷ്യൻ കമ്പനി ഹെഡ്സും ഉണ്ടാവും. ഔട്ട്ഡേറ്റഡ് ചിന്തകൾ മാറ്റിയാലേ ടോപ്പ് കമ്പനീസിന്റെ ലിസ്റ്റിൽ എത്തൂ എന്ന് ഉദാഹരണ സഹിതം ബോധ്യപ്പെടുത്താൻ ഒരു പഴയ UDCയുടെ കഥ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ആ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹൗ ഓൾഡ് ആർ യു? It doesn't matter. That's my girl.